നമസ്കാരം. ആകാശത്തോളം മനുഷ്യനെ പ്രലോഭിപ്പിച്ച ഒരു വസ്തു അല്ലെങ്കിൽ പ്രതിഭാസം ലോകത്ത് മറ്റൊന്നുണ്ടോ എന്നത് സംശയമാണ്. മനുഷ്യൻ്റെ ആദ്യ ആരാധനാമൂർത്തി പോലും ആകാശമായിരുന്നു. അതിൽ പ്രത്യക്ഷപ്പെട്ട മിന്നൽ പിണറുകൾ അവൻ്റെ ദൈവസങ്കല്പങ്ങൾക്ക് നിറം നൽകി. പുരാതന ഗുഹാചിത്രങ്ങളിൽ പോലും തെളിയുന്നത് ഈ വസ്തുതയാണ്. ബഹിരാകാശത്ത് എത്തുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും സ്വപ്നമായിരുന്ന കാലം. അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള ശീതസമരത്തും ഈ മത്സരം കൊടുമ്പിരി കൊള്ളുകയായിരുന്നു. ആദ്യ കൃത്രിമ ഉപഗ്രഹവും ആദ്യ ബഹിരാകാശ സഞ്ചാരിയും സോവിയറ്റ് റഷ്യയിൽ നിന്നായപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തുക എന്നത് ഒരു അമേരിക്കക്കാരൻ തന്നെയാകണമെന്നത് അമേരിക്കൻ ജനതയുടെ മൊത്തത്തിലുള്ള ഒരു ആവശ്യമായി ഉയർന്നു. അപ്പോളോ എന്ന പേരിലായിരുന്നു അമേരിക്കൻ ബഹിരാകാശ സ്ഥാപനമായ നാസ ചന്ദ്രനിലേക്കുള്ള ദൗത്യങ്ങൾ നടത്തിയത്. ഗ്രീക്ക് മിത്തോളജിയിലെ സൂര്യദേവനായിരുന്നു അപ്പോളോ. 1961 ആദ്യമായി ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കക്കാരനിലൂടെ മനുഷ്യൻ്റെ കാൽസ്പർശം പതിഞ്ഞു. പിന്നീട് 1975 വരെ 17 അപ്പോളോ ദൗത്യങ്ങൾ. ഇവയിൽ 11 എണ്ണത്തിലും യാത്രികരുണ്ടായിരുന്നു. 6 തവണ മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ശീതയുദ്ധ കാലയളവിൽ ബഹിരാകാശത്തെ ആദ്യ നേട്ടങ്ങൾ പലതും സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കിയതിൻ്റെ തിളക്കക്കുറവെല്ലാം അപ്പോളോ ദൗത്യത്തിലൂടെ അമേരിക്ക മാറ്റി. എന്നാൽ ആദ്യത്തെ കുറച്ച് ദൗത്യങ്ങൾ കഴിഞ്ഞതോടെ ചാന്ദ്രയാത്രയിലുള്ള താല്പര്യം അമേരിക്കൻ ജനതയ്ക്ക് കുറഞ്ഞു വന്നു. തങ്ങളുടെ മേധാവിത്വവും പൊങ്ങച്ചവും കാണിക്കാൻ അമേരിക്കൻ പൗരന്മാരുടെ നികുതിപ്പണം സർക്കാർ ദൂർത്തടിക്കുകയാണെന്ന് പോലും അഭിപ്രായങ്ങൾ ഉയർന്നു. ഇതേ തുടർന്ന് അപ്പോളോ 18, 19, 20 ദൗത്യങ്ങൾ നാസ നിരനിരയായി റദ്ദാക്കി. 1966 മുതൽ 3,50,000-ഓളം ആളുകളാണ് അപ്പോളോ ബഹിരാകാശ വാഹനങ്ങളും സാറ്റേൺ റോക്കറ്റും മറ്റു സാമഗ്രികളും നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോളോയുടെ മാതൃപേടകത്തിൽ തന്നെ ഏതാണ്ട് 2 ദശലക്ഷം സൂക്ഷ്മ ഭാഗങ്ങളുണ്ട്. അപ്പോളോ യാത്രയ്ക്ക് വേണ്ടി വന്ന ഇന്ധനം ഉപയോഗിച്ച് ഒരു കാർ ഭൂമിക്ക് ചുറ്റും 400 പ്രാവശ്യം ഓടിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു. കോടിക്കണക്കിന് ഡോളർ ഓരോ അപ്പോളോ പ്രയാണത്തിനും ചിലവായിട്ടുണ്ട്. നാസയുടെ ബഡ്ജറ്റ് ചുരുക്കലിൻ്റെ ഭാഗമായി സാറ്റേൺ 5 റോക്കറ്റുകളുടെ ഒരു ബാച്ച് കൂടെ നിർമ്മിക്കേണ്ടതില്ല എന്ന് തീരുമാനമായി. പിന്നീട് ഒരിക്കലും ഒരു അപ്പോളോ പേടകവും ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതേയില്ല. അപ്പോളോ 11 തുടർന്ന് നടത്തിയ മനുഷ്യയാത്രാ ദൗത്യങ്ങളിലും മനുഷ്യർ ചന്ദ്രോപരിതലത്തിൽ അമേരിക്കൻ പതാകകൾ സ്ഥാപിച്ചിരുന്നു. അപ്പോളോ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ തിരയുമ്പോൾ എല്ലാം ചന്ദ്രനിലെ ഈ അമേരിക്കൻ പതാകയുടെ ചിത്രവും നമുക്ക് ഗൂഗിളിൽ കാണാൻ സാധിക്കും. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ തോന്നുന്ന സംശയം ഈ പതാകകളുടെ ഇപ്പോഴത്തെ നില എന്ത് എന്നതായിരിക്കും. ഇവ ഇപ്പോഴുമുണ്ടോ? ഈ പതാകകൾക്ക് കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. കടുത്ത സൂര്യപ്രകാശം, താപനില തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. ഈ പതാകകളിൽ നൈലോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യപ്രകാശം മൂലം നൈലോൺ വിഘടിച്ച് നശിച്ചിരിക്കാമെന്ന് ഗവേഷകർ പറയുന്നു. ചന്ദ്രനിലെ ഈ പതാകകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായി പറയുന്നത് ഇപ്പോൾ സാധ്യമല്ല. 1969 ജൂലൈയിൽ മനുഷ്യരാശി ആകാശത്ത് കുറിച്ചത് ഒരു ചരിത്രമായിരുന്നു. അനന്തസീമകളിൽ വെണ്ണിലാവ് പരത്തി തങ്ങളെ കൊതിപ്പിച്ചു കൊണ്ടിരുന്ന ചന്ദ്രനിലേക്ക് അവർ അവരുടെ യാത്രാവാഹനം ഇറക്കി. അനേക ലക്ഷം വർഷങ്ങളുടെ വിജനതയ്ക്ക് ശേഷം ചന്ദ്രനിലെ മനുഷ്യ സ്പർശം. ലോകം ജയിച്ച പോരാളിയെപ്പോലെ നീൽ ആംസ്ട്രോങ് ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങി നടന്നു. ലോകം കൈയടിച്ചു. മനുഷ്യനായി പിറന്നതിൻ്റെ അഭിമാനം വാനോളം ഉയർന്നു കവിഞ്ഞു. അല്പസമയത്തിന് ശേഷം എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങി. അനേക കോടി മനുഷ്യരിൽ തങ്ങളെ മാത്രം തേടിയെത്തിയ മഹാഭാഗ്യത്തിൽ തൻ്റെ കൂട്ടുകാർ രോമാഞ്ചം പൂണ്ടു നിൽക്കുമ്പോൾ ചന്ദ്രന് ചുറ്റും കറങ്ങുകയായിരുന്നു മൈക്കൽ കോളിൻസ്. ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ ചെലവിട്ടത് 12 മണിക്കൂർ സമയമാണ്. അപ്പോളോ 11 ഏറ്റവും നിർണായകമായ ദൗത്യം നിർവഹിച്ചത് കോളിൻസ് ആണ്. ആംസ്ട്രോങ്ങും ആൽഡ്രിനും പുറപ്പെട്ട ലൂണാർ മൊഡ്യൂൾ തിരിച്ചെത്തുമ്പോൾ കൺട്രോൾ മൊഡ്യൂളുമായി ഡോക്ക് ചെയ്യേണ്ട നിർണായക ഉത്തരവാദിത്വം അദ്ദേഹത്തിനായിരുന്നു. 3 യാത്രക്കാരിൽ ഏറ്റവും മിടുക്കനും കോളിൻസ് ആയിരുന്നു. ഒറ്റയ്ക്ക് പേടകം പറപ്പിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിവുണ്ടായിരുന്നുള്ളൂ. മനുഷ്യരാശിയുടെ അത്യുന്നതങ്ങളിലേക്ക് കാൽവയ്പിന് കാരണമായവരിൽ ഇനി എഡ്വിൻ ആൽഡ്രിൻ മാത്രമാണ് ബാക്കിയുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.